നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇറാഖിൽ ആഭ്യന്തര യുദ്ധം ശക്തം. തിക്രീത്തിൽ 46 മലയാളി നഴ്സുമാർ ആശങ്കയുടെ മുൾമുനയിൽ. യുഎഇയിലും ഖത്തറിലും തൊഴിലാളികൾക്കായി ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ. നിയമത്തിന്റെ ലക്ഷ്യം ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകൽ. ഭൂട്ടാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനം പുരോഗമിക്കുന്നു. മോദി ഭൂട്ടാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി. വിശദമായ വാർത്തകളിലേക്ക്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാഖിൽ 10,000-ലേറെ ഇന്ത്യക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ മടങ്ങിവരണം എന്ന പ്രസ്താവന പുറത്തിറക്കുകയല്ലാതെ പ്രയോഗതലത്തിൽ കാര്യമായ നടപടികളൊന്നും തന്നെ കേന്ദ്ര സർക്കാരിന് ഇനിയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തിക്രീത് പട്ടണത്തിൽ 46 മലയാളി നഴ്സുമാർ ഭയചകിതരായി കഴിയുകയാണ്. നഴ്സുമാർ ഉൾപ്പെടെ 1000-ഓളം മലയാളികളെങ്കിലും ഇറാഖിൽ നിന്ന് മടങ്ങാൻ പറ്റാതെ നരകിക്കുന്നതായാണ് റിപ്പോർട്ട്. സംഘർഷം തീവ്രമായതോടെ ബഗ്ദാദിലെ ഇന്ത്യൻ നയതന്ത്ര കേന്ദ്രത്തിന്റെ പ്രവർത്തനം പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. 46 മലയാളി നഴ്സുമാരെ തിരിച്ചുകൊണ്ടുവരാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും കാര്യമായ ഒരു നീക്കവും ഇനിയും ഉണ്ടായിട്ടില്ല. താമസിക്കുന്ന ആശുപത്രിയിൽ പോലും ബോംബാക്രമണം തുടരുന്നത് ഇവരുടെ പരിഭ്രാന്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിലെ വെളിയിൽ നല്ല രൂക്ഷമായ അവസ്ഥ. ശരിക്കും ഒരു യുദ്ധത്തിന്റെ പ്രതീതി തന്നെയാണ്. ഇന്ന് ബോംബാക്രമണം ഉണ്ട്. ഹോസ്പിറ്റലിന് ചുറ്റും ബോംബാക്രമണം, അത് വെടിവയ്പ്പും ബോംബാക്രമണം നടന്നുകൊണ്ടിരിക്കുക. കൂടുതൽ സ്ഥിതി വഷളാടിക്കുന്നുണ്ട്. ബോംബ് വീഴുന്നുണ്ടാകുന്നത് അവരെല്ലാം പൊക്കോണ്ടിരിക്കുക. എണ്ണമറ്റ കരാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഏജൻസികൾ മുഖേനയാണ് ഇവരിൽ പലരും ഇറാഖിൽ എത്തിച്ചേർന്നത്. എണ്ണ കേന്ദ്രങ്ങളിലും മറ്റും സ്വകാര്യ ഏജൻസികളുടെ സെക്യൂരിറ്റി സംവിധാനം നിലവിലുള്ളതിനാൽ ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കുറെ കൂടി സുരക്ഷിതരാണ്. അമേരിക്കയുടെ ഡ്രോൺ ആക്രമണ സാധ്യത വർദ്ധിച്ചതും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രത്യക്ഷ ഇടപെടലും വംശീയ ചേരിതിരിവും പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരെയും ഇറാഖിൽ നിന്ന് മാറ്റാനുള്ള പ്രായോഗിക നടപടികൾ നിലവിലെ സാഹചര്യത്തിൽ എളുപ്പമല്ലെന്നും വിലയിരുത്തപ്പെടുന്നു. വിളിക്കുന്നുണ്ട്, നോർവേന്ന് വിളിച്ചിരുന്നു, സാറ് സാറിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞങ്ങളെ ഇപ്പൊ ഇവിടെ ഇത്തരം പ്രശ്നമായതുകൊണ്ട് എങ്ങനെയാണ് സേഫ് ആയ സ്ഥലത്തേക്ക് ആദ്യം മാറ്റാനാണ് നോക്കുന്നത്. ഇപ്പൊ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അത് അവര് ഞങ്ങളെ എങ്ങനെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ മാറ്റാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ ഗൾഫ് രാജ്യങ്ങളും സൈനിക സാന്നിധ്യം ഉയർത്തി ഏതൊരു വെല്ലുവിളിയും നേരിടാൻ സജ്ജമായിരിക്കുകയാണ്. MCA നാസർ, മീഡിയ 1, ദുബൈ. കൊടും ചൂടിൽ നിന്ന് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെ UAE തൊഴിൽ മന്ത്രാലയം ആവിഷ്കരിച്ച ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ. സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെ തൊഴിലാളികളെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിക്കാൻ പാടില്ല. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഗൾഫ് മേഖലയിൽ ആദ്യമായി UAE ആണ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത്. കനത്ത ചൂടിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി 10ാം വർഷമാണ് UAEയിൽ മധ്യാഹ്ന ഇടവേള നിയമം നടപ്പാക്കുന്നത്. ജീവനക്കാരുടെ അവകാശങ്ങളോടും മനുഷ്യാവകാശങ്ങളോടുമുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗം കൂടിയാണിത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും കനത്ത ചൂടിന്റെ പിടിയിൽ അമർന്നിരിക്കെ മന്ത്രാലയം അനുവദിച്ച ഇളവിന് താൽപര്യപൂർവ്വമാണ് തൊഴിലാളി സമൂഹം നോക്കിക്കാണുന്നത്. ഇടവേള സമയത്ത് സൂര്യപ്രകാശം ഏൽക്കാത്ത സൗകര്യങ്ങൾ തൊഴിലുടമകൾ ഒരുക്കിയിരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇവരുടെ ജോലി സമയം 8 മണിക്കൂറിൽ കൂടാൻ പാടില്ലെന്നും നിയമമുണ്ട്. നിയമം ലംഘിച്ച് പണിയെടുപ്പിക്കുന്നവർക്ക് 15,000 ദിർഹം ഫൈൻ ഒടുക്കേണ്ടി വരും. അത്തരം കമ്പനികളുടെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്യും. അതേസമയം അടിയന്തര പ്രാധാന്യമുള്ള ചില മേഖലകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട്. മീഡിയ 1, ദുബൈ. ഖത്തറിൽ പുറം ജോലിയിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമം നിലവിൽ വന്നു. ഉച്ചയ്ക്ക് 11:30 മുതൽ 3 മണി വരെയാണ് വിശ്രമ സമയം. ഓഗസ്റ്റ് 31 വരെയാണ് വേനൽക്കാല വിശ്രമം അനുവദിക്കുക. ഇന്നു മുതൽ 2.5 മാസക്കാലത്തേക്കാണ് പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം അനുവദിക്കുക. നിയമപ്രകാരം തൊഴിൽ സമയം ക്രമീകരിക്കാൻ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. രാവിലെ തുടർച്ചയായി 5 മണിക്കൂർ വരെ തൊഴിലെടുപ്പിക്കരുതെന്നാണ് നിയമം നിർദ്ദേശിക്കുന്നത്. ഉച്ചവിശ്രമം അനുവദിക്കാത്ത തൊഴിലുടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. നിയമം ലംഘിക്കുന്ന കമ്പനികളിൽ നിന്ന് വൻതുക പിഴ ഈടാക്കാനും കമ്പനികൾ 1 മാസം വരെ പൂട്ടിയിടാനും വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് ചൂട് കൂടിയതോടെ 2007 മുതലാണ് ഖത്തർ വേനലിൽ ഉച്ചവിശ്രമം അനുവദിച്ചു തുടങ്ങിയത്. ഈ വേനലിൽ ചൂട് 52 ഡിഗ്രി വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കണക്കുകൂട്ടുന്നത്. ഇപ്പോൾ തന്നെ കടുത്ത ചൂട് അനുഭവിക്കുന്ന ഖത്തറിൽ തൊഴിൽ സമയ ക്രമീകരണം തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാകും. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ.
ഇന്ത്യയിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള പുതിയ കരാറിന്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ സൗദിയിൽ ജോലി ചെയ്യുന്ന ഗാർഹിക തൊഴിലാളികൾക്കും ലഭ്യമാകും. തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും അതിനായി പുതിയ കരാർ രജിസ്റ്റർ ചെയ്ത് നൽകുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഹൗസ് ഡ്രൈവർമാർ, വീട്ടുവേലക്കാർ, പാചകക്കാർ, പൂന്തോട്ടപ്പണിക്കാർ തുടങ്ങി ഒരു ഡസനിലധികം മേഖലകളിൽ ജോലി ചെയ്യുന്നവരെയാണ് ഗാർഹിക തൊഴിലാളികളായി പരിഗണിക്കപ്പെടുന്നത്. സൗദിയിൽ നിലവിൽ 5 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ. തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും തൊഴിൽ വേതന സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പുതിയ തൊഴിൽ കരാറിന്റെ ആനുകൂല്യം ഇപ്പോൾ ജോലിയെടുക്കുന്ന ഇവർക്ക് കൂടി നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഇതിന് സ്പോൺസറും തൊഴിലാളിയും എംബസിയിലെത്തി കരാർ സാക്ഷ്യപ്പെടുത്തിയാൽ മതി. അവധിക്ക് നാട്ടിൽ പോകുന്ന സമയത്തും പുതിയ കരാറിലെത്താം. ഇത് പ്രാബല്യത്തിലാകുന്നതോടെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഇതിന് അവസരമൊരുക്കുമെന്ന് എംബസി അറിയിച്ചു. അതേസമയം പുതുതായി റിക്രൂട്ട് ചെയ്യുന്നവർക്കായിരിക്കും കരാർ നിർബന്ധമാക്കുക. ഇപ്പോൾ യാതൊരു കരാറുമില്ലാതെയാണ് ഗാർഹിക മേഖലയിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത്. പഴയ വിസയിൽ തുടർന്നുകൊണ്ട് പുതിയ കരാർ വ്യവസ്ഥകളിലെത്താൻ സ്പോൺസർമാർ സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗാർഹിക തൊഴിലാളികൾ. KCM അബ്ദുള്ള, മീഡിയ 1 റിയാദ്. കുവൈത്തിൽ പള്ളി ഇമാമുമാർക്കെതിരെ വീണ്ടും നടപടി. പ്രകോപനപരമായി ഖുത്ബ നിർവഹിച്ചതിന്റെ പേരിലാണ് 6 ഇമാമുമാർക്കെതിരെ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം നടപടിയെടുത്തത്. വലീദ് തറാദ്, ഉസാമ അൽക്കന്ദരി എന്നീ ഇമാമുമാരെയാണ് ഖുതുബ നിർവഹിക്കുന്നതിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തിയത്. ബദർ അൽ മുത്തേരി, മുഹമ്മദ് സർദീൽ എന്നീ ഇമാമുമാരെ 3 മാസത്തേക്കും ഹാമിദ് അൽ അലിയെ 6 മാസത്തേക്കും ജുമാ പ്രസംഗത്തിൽ നിന്ന് വിലക്കിയിട്ടുമുണ്ട്. മുഹമ്മദ് അൽ ഹുലിയെ സൂക്ഷ്മതയുടെ ഭാഗമായി തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്തു. ജനങ്ങളിൽ ചേരിതിരിവിനും വിവാദങ്ങൾക്കും ഇടയാക്കുന്ന തരത്തിൽ പള്ളികളിൽ ജുമാ ഖുതുബ നിർവഹിച്ചു എന്നതാണ് ഇമാമുമാർക്കെതിരെ നടപടിക്ക് കാരണമായി മന്ത്രാലയം പറയുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾ പള്ളിപ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തരുതെന്ന് ഔഖാഫ് മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ഫർവാനിയ മസ്ജിദ് അൽ ഖുറൈനിജിൽ ജുമാ ഖുതുബയ്ക്കിടെ ഈജിപ്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ വിമർശിച്ച ഇമാമിനെ കുവൈത്ത് നാടുകടത്തിയിരുന്നു. മറ്റൊരു വാർത്തയിൽ റമദാനിൽ പള്ളികളും മറ്റും കേന്ദ്രീകരിച്ച് അനധികൃത പണപ്പിരിവുകൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് മതകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ഇമാമുമാർക്ക് നിർദ്ദേശവുമുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിലെ വൻകിട വ്യാപാര കേന്ദ്രങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുകയും വില നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യാനുള്ള പദ്ധതി നടപ്പാക്കി വരുന്നതായി സൗദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അറിയിച്ചു. വിശുദ്ധ റംദാന്റെ മുന്നോടിയായി ഏർപ്പെടുത്തുന്ന വില നിയന്ത്രണം അടുത്ത 6 മാസത്തേക്ക് കൂടി നടപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വൻകിട ഭക്ഷ്യവ്യാപാരശാലകളുമായി കരാർ ഒപ്പുവച്ചിട്ടുണ്ടെന്നും കൂടുതൽ സ്ഥാപനങ്ങളെ വില കുറയ്ക്കാൻ നിർബന്ധിപ്പിക്കുമെന്നും സൗദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അധ്യക്ഷൻ ഡോക്ടർ നാസിർ അൽത്തുവയും പറഞ്ഞു. വില കുറച്ച നിത്യോപയോഗ വസ്തുക്കളുടെ വിലവിവര പട്ടിക സംഘടനയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സൗദി വിപണി മൂല്യം 10,000 കോടി റിയാലോളം വരുമെന്നും ഡോക്ടർ അൽത്തുവയും പറഞ്ഞു. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ചില്ലറ വ്യാപാര വിപണിയാണ് സൗദിയുടേത്. ലോകത്തെ ഏറ്റവും വലിയ 10 ചില്ലറ വ്യാപാര വിപണികളിൽ സൗദി അറേബ്യയും ഉൾപ്പെടും. കഴിഞ്ഞ മാസങ്ങളിൽ അരിവില പ്രാദേശിക വിപണിയിൽ 5 മുതൽ 15% വരെ വർധനവ് രേഖപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ ഗൾഫ് വിപണിയടക്കം ലോക വിപണികളിൽ അരിവില കുറയുന്ന സാഹചര്യത്തിൽ സൗദി വിപണിയിൽ അരിവിലയിലുണ്ടായ വർധനവ് നീതീകരിക്കാനാവില്ലെന്നും ഉപഭോക്തൃ സംരക്ഷണ സംഘടനാ മേധാവി ചൂണ്ടിക്കാട്ടി. സാധാരണ മാസങ്ങളിൽ താരതമ്യേന 700 കോടി റിയാൽ വരുന്ന രാജ്യത്തെ ഭക്ഷ്യവസ്തുക്കളുടെ ഉപഭോഗം റമദാനിൽ 2000 കോടി റിയാലോളം വരും. എന്നാൽ റമദാനിൽ വാങ്ങിക്കൂട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ 70% ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെടുന്നതായും അൽത്തുവയും പറഞ്ഞു. ക്രമരഹിതമായ ഉപഭോഗ സംസ്കാരമാണ് വ്യാപാരികൾക്ക് യഥേഷ്ടം വില വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്ന മുഖ്യ ഘടകമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മൂസക്കുട്ടി, വെട്ടിക്കാട്ടിരി, മീഡിയ 1 ജിദ്ദ. ഖത്തറിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വീണ്ടും തീപിടുത്തം. ഇൻഡസ്ട്രിയൽ ഏരിയ 38-ലുണ്ടായ അഗ്നിബാധയിൽ ഖാലിദ് സിമൻസ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഗോഡൌൺ പൂർണ്ണമായി കത്തിനശിച്ചു. സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ ശ്രമഫലമായി തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ 3 ആഴ്ച മുമ്പ് മറ്റൊരു ഗോഡൌണിലും തീപിടുത്തമുണ്ടായിരുന്നു. വേനൽ കനത്തതോടെ അഗ്നിബാധയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ദുബായിൽ ബുർജുൽ അറബ് ഹോട്ടൽ മുതൽ 2ാം ഫിഷിംഗ് ഹാർബർ വരെയുള്ള ഉമ്മുസുഖീം ബീച്ച് നവീകരണത്തിനുള്ള പദ്ധതിക്ക് ദുബായ് ഉപഭരണാധികാരിയും UAE ധനകാര്യമന്ത്രിയും ദുബായ് നഗരസഭാ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. ഉമ്മുസുഖീം 1, 2, 3 പ്രദേശങ്ങൾക്ക് കീഴിൽ വരുന്ന 3.5 കിലോമീറ്റർ ബീച്ചാണ് നവീകരിക്കുന്നത്. 35 ദശലക്ഷം ദിർഹമാണ് പദ്ധതിയുടെ ചെലവെന്ന് ദുബായ് നഗരസഭാ ഡയറക്ടർ ജനറൽ ഹുസൈൻ നാസലൂത്ത അറിയിച്ചു. പദ്ധതി പ്രവർത്തനങ്ങൾക്ക് അടുത്തയാഴ്ച തുടക്കമാകും. അടുത്ത മാർച്ചിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാഖിലെ വിമത പോരാളികൾ കുവൈത്ത് അതിർത്തിയിൽ എത്തിയതായുള്ള വാർത്തകൾ കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചു. ഇറാഖ് അതിർത്തിയിൽ രക്ഷാസേനയുടെ നീക്കങ്ങളാണ് തീവ്രവാദി സാന്നിധ്യം എന്ന പേരിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി.
ഇറാഖിലെ ദായിഷ് പോരാളികൾ കുവൈത്ത് അതിർത്തിയിലെത്തിയെന്ന വാർത്ത നിഷേധിച്ച പ്രതിരോധ മന്ത്രാലയം ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തലാണ് ഇത്തരം വാർത്തകളും ദൃശ്യങ്ങളും പടച്ചുവിടുന്നവരുടെ ലക്ഷ്യമെന്നും രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളുടെ ഉറവിടം അന്വേഷിക്കുമെന്നും അറിയിച്ചു. ഇറാഖിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന വാർത്തയും കുവൈത്ത് അധികൃതർ നിഷേധിച്ചു. പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഔദ്യോഗിക സ്ഥിരീകരണത്തിനു ശേഷമല്ലാതെ പ്രസിദ്ധീകരിക്കരുതെന്നും സായുധസേനയുടെ പബ്ലിക് റിലേഷൻ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രതിരോധ വകുപ്പിന്റെ പബ്ലിക് റിലേഷൻ വിഭാഗമോ കുവൈത്ത് ന്യൂസ് ഏജൻസിയോ വഴിയല്ലാതെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധപ്പെടുത്തരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഇറാഖിലെ സ്ഥിതിഗതികൾ മേഖലയിൽ പുതിയ ആശങ്കകൾ ഉണ്ടാക്കിയതായി കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് സബാ ഖാലിദ് അൽ സബാഹ് അഭിപ്രായപ്പെട്ടു. തീവ്രവാദം എല്ലാ അർത്ഥത്തിലും മേഖലയുടെ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒമാനിലേക്ക് വീട്ടുജോലിക്കായി സ്ത്രീകളെ അയക്കുന്നത് നേപ്പാൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വീട്ടുജോലിക്കായി എത്തുന്ന നേപ്പാളി സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും നിയമനവുമായി ബന്ധപ്പെട്ട നേപ്പാളിൽ നടക്കുന്ന അനധികൃത പ്രവണതകൾ അവസാനിപ്പിക്കാനുമാണ് നടപടിയെന്ന് മസ്കറ്റിലെ നേപ്പാൾ എംബസി വ്യക്തമാക്കി. ഒമാനിലേക്ക് പോകുന്ന വീട്ടുജോലിക്കാരികളുടെ പ്രശ്നം പഠിക്കാൻ നേപ്പാൾ മന്ത്രാലയം സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതി മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡമനുസരിച്ചായിരിക്കും ഇനി നിയമനം. 2012-ൽ 30 വയസ്സിൽ താഴെയുള്ള യുവതികളെ വീട്ടുജോലിക്കായി അയക്കുന്നത് നേപ്പാൾ നിരോധിച്ചിരുന്നു. ഒമാനിലെ സൂറിൽ മത്സ്യബന്ധന നിരോധനം ലംഘിച്ച് കടലിൽ നിന്ന് പിടികൂടിയ 2.5 ടൺ ചെമ്മീൻ പോലീസ് പിടിച്ചെടുത്തു. പ്രജനനകാലത്ത് കൊഞ്ചിനെ പിടിക്കുന്നത് ഒമാനിൽ നിരോധിച്ചിട്ടുണ്ട്. പിടികൂടിയ മത്സ്യം വിപണിയിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. സെപ്റ്റംബർ മുതൽ നവംബർ വരെ മാത്രമേ ഒമാൻ തീരത്ത് കൊഞ്ച് കൊയ്ത്ത് അനുവദിക്കുകയുള്ളൂ. റമദാന്റെ മുന്നോടിയായി കുവൈത്ത് മുനിസിപ്പാലിറ്റി രാജ്യത്തെ ഭക്ഷ്യവിൽപ്പന കേന്ദ്രങ്ങളിലും ജമിയകളിലും ഗുണനിലവാര പരിശോധന കർശനമാക്കി. കഴിഞ്ഞ ദിവസം ജഹ്റ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ കാലഹരണപ്പെട്ട നിരവധി ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. 3 കടയുടമകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും റെയ്ഡുകൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അവധിക്കു നാട്ടിലെത്തിയ പ്രവാസി മരണപ്പെട്ടു. കുവൈത്തിലെ വെർച്വസ് കമ്പനിയിൽ ഡ്രൈവറായിരുന്ന മാവേലിക്കര പുന്നമൂട് സ്വദേശി ശിവദാസനാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. 52 വയസ്സായിരുന്നു. ഭാര്യയും 3 പെൺമക്കളുമുണ്ട്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ഖത്തറിൽ നിന്ന് ബ്രസീലിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന രേഖപ്പെടുത്തി. സീസണിൽ 12 മുതൽ 15% വരെയാണ് യാത്രക്കാരുടെ വർധനയുണ്ടായത്. ദോഹയിൽ നിന്ന് സാവോപോളയിലേക്ക് നേരിട്ടുള്ള വിമാനത്തിൽ ടിക്കറ്റ് ലഭിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 9,000 മുതൽ 12,000 വരെ റിയാലാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്ക്. റമദാനിൽ കുവൈത്തിലെ ബൈത്തു സക്കാത്ത് ദിനംപ്രതി 8,000 ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 50 പള്ളികളിൽ കേന്ദ്രീകരിച്ചാണ് നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുകയെന്നും ഇഫ്താർ സ്വയം പദ്ധതി ഡയറക്ടർ വലീദ് അൽ ഹമാദി അറിയിച്ചു. ഇതിനായി കിറ്റൊന്നിന് 1.5 ദിനാർ കണക്കാക്കി 6 കാറ്ററിംഗ് കമ്പനികളുമായി കരാറിലെത്തിയിട്ടുണ്ട്. ഒരു നോമ്പുകാരനെ 1 മാസക്കാലം നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ 45 ദിനാർ അടച്ച് ബൈത്തു സക്കാത്തുമായി സഹകരിക്കണമെന്ന് വലീദ് അൽ ഹമാദി കൂട്ടിച്ചേർത്തു. സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ ഒമാൻ കേന്ദ്ര ബാങ്കിന്റെ മുന്നറിയിപ്പ്. മുൻപരിചയമില്ലാത്ത വിദേശ കമ്പനികളിൽ വ്യക്തികളുമായി ഇടപാട് നടത്തുന്നതിന് മുമ്പ് വിശ്വാസ്യത ഉറപ്പുവരുത്താനും CBO നിർദ്ദേശം നൽകി. കോടികൾ ലോട്ടറി അടിച്ചിട്ടുണ്ടെന്നറിയിച്ച് ഇമെയിൽ വഴി നടക്കുന്ന തട്ടിപ്പ് മുതൽ വിദേശ കമ്പനികളിൽ ഓഹരി പങ്കാളിത്തം ഉറപ്പു നൽകി നടത്തുന്ന വൻ വെട്ടിപ്പ് വരെ പലതിലും നിരവധി പേർ കുടുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഒമാൻ സെൻട്രൽ ബാങ്കിന്റെ മുന്നറിയിപ്പ്. വിദേശത്തിരുന്ന് ഇമെയിൽ വഴിയും ഫാക്സ് മുഖേനയും നടത്തുന്ന ഇത്തരം തട്ടിപ്പുകളിൽ സ്വദേശി മാത്രമല്ല പ്രവാസികളും കുടുങ്ങുന്നുണ്ട്. വിദേശ കറൻസികളിൽ ഊഹക്കച്ചവടം നടത്തുന്നത് ഒമാൻ സാമ്പത്തിക നിയമപ്രകാരം തന്നെ കുറ്റകരമാണെന്ന് CBO ചൂണ്ടിക്കാട്ടി. വൻ സ്വർണ്ണശേഖരം, സ്വത്തുശേഖരം, പുരാവസ്തുക്കൾ എന്നിവ കൈവശമുണ്ടെന്നറിയിച്ച് ഇവ വിൽക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പണം തട്ടുന്ന രീതിയും നിലവിലുണ്ട്. വൻതുകയുടെ വിദേശ ചെക്ക് മാറിയെടുക്കാനെന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പും വ്യാപകമാണ്. ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി വിദേശ രാജ്യങ്ങളിലുള്ളവരുമായി ഇടപാട് നടത്തുന്നതിന് മുമ്പ് സെൻട്രൽ ബാങ്ക് വഴിയോ ഒമാനിലെ മറ്റു ബാങ്കുകൾ വഴിയോ ഇടപാടിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. കബളിപ്പിക്കപ്പെട്ടാൽ അക്കാര്യം പോലീസിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും ഒമാൻ സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1